നയനയുടെ ആദർശിൻ്റെ നാളത്തെ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ദേവേനി പറയുന്നുണ്ട്, ചന്തുമോളെ പിറന്നാൾ ആഘോഷിക്കുന്നതോ കേക്ക് മുറിക്കുന്നതോ ഒന്നും ഇവിടെ ആർക്കും ഇഷ്ടമല്ല. എന്തായാലും കേക്ക് മുറിക്കുന്ന സമയത്ത് ഇവിടെ ഉള്ളവരെ ഇഷ്ടക്കേടൊക്കെ നമ്മൾ കാണേണ്ടി വരുമെന്ന് പറയും കേട്ടോ. അപ്പോൾ പിന്നെ നമ്മളെ നയന അമ്പലത്തിലേക്ക് ചെല്ലുമ്പോൾ അവിടെ കനക നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കനക പറയുന്നുണ്ട്, നിൻ്റെ സ്വഭാവം എന്താണെന്നൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. നിൻ്റെ അമ്മായിയമ്മ കൂടി നിന്നെ സ്നേഹിക്കാൻ തുടങ്ങിയപ്പോൾ നീ ആ വീട്ടിൽ നിന്ന് നിനക്ക് പോരാൻ തോന്നുന്നതേ ഇല്ല. അല്ലെങ്കിൽ ഏതൊരു പെൺകുട്ടികളും ഇങ്ങനൊരു സാഹചര്യത്തിൽ അവിടെ കടിച്ചു തൂങ്ങി കിടക്കും എന്നൊക്കെ ചോദിക്കുമ്പോഴും അപ്പോഴും നമ്മളെ നയന ഒന്നും മിണ്ടുന്നില്ല കേട്ടോ. അങ്ങനെ പിന്നെ നമ്മളെ നയന അമ്പലത്തിൽ നിന്ന് തിരിച്ച് വീട്ടിലേക്ക് വരിക കേട്ടോ. അങ്ങനെ അവർ തിരിച്ച് ആദർശ് നയനയും പിന്നെ ചന്തുമോളുടെ തിരിച്ച് വീട്ടിലേക്ക് വരുന്ന സമയത്ത് നമ്മളെ നവ്യ കുഞ്ഞിനെയും കൊണ്ട് പുറത്തേക്ക് പോകുക കേട്ടോ. അപ്പോഴത്തേക്ക് ഇവർ എവിടെ പോകുമെന്ന് ചോദിക്കുമ്പോഴത്തേക്ക് പറയും, ഇവിടെ നടക്കുന്ന പേക്കൂത്തുകളൊന്നും കണ്ടു നിൽക്കാതെ ഞങ്ങൾക്ക് വയ്യ, അതുകൊണ്ട് ഞങ്ങളുടെ വീട്ടിലേക്ക് പോകാമെന്ന് പറയും. ഇത് കേൾക്കുമ്പോൾ നമ്മളെ നയനയ്ക്കാണെങ്കിൽ നല്ല സങ്കടം തോന്നി നിൽക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ നയനയാണെങ്കിൽ ആദർശിൻ്റെ അടുത്ത് സംസാരിക്കുമ്പോൾ ആദർശ് പറയുന്നുണ്ട്, നയനയല്ലല്ലോ നവ്യ, നിങ്ങളിൽ മൂന്നുപേരിലും കൂടുതൽ സാർത്ഥതയുള്ളതും എടുത്തുചാട്ടമുള്ളതും നവ്യയ്ക്കാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ പ്രമോ വിശേഷങ്ങളായിട്ട് കാണിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൂടുതലുള്ള ബെല്ലൈക്കനോട് എനേബിൾ ചെയ്യണേ.